ഗുഡ് മോർണിംഗ് ഓൾ. ദിസ് ഈസ് മീ ഷഹാന. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര് ദ മാർഷ്യൻ. പ്രശസ്ത എഴുത്തുകാരനും ശാസ്ത്രജ്ഞനും കൂടിയായിട്ടുള്ള ആൻഡി വെയർ എഴുതിയ മനോഹരമായ ഒരു സയൻസ് ഫിക്ഷൻ പ്ലസ് സർവൈവർ ത്രില്ലർ കൂടിയായിട്ടുള്ള ഒരു നോവലാണ് ദ മാർഷ്യൻ. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. ദ മാർഷ്യൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലാണ്. ഈ നോവൽ ആസ്പദമാക്കി റിഡ്ലി സ്കോട്ട് ഡിറക്ഷൻ ചെയ്ത് 2015 പുറത്തിറങ്ങിയ ദ മാർഷ്യൻ എന്ന മൂവിയും വളരെ വിജയകരമായിരുന്നു. 2011 സെപ്റ്റംബറിൽ ആൻഡി വെയർ അദ്ദേഹത്തിൻ്റെ സ്വന്തം ബ്ലോഗിലാണ് ആദ്യമായിട്ട് ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. അതൊരു വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ 2013 കൗണ്ട് പബ്ലിഷിംഗ് ഗ്രൂപ്പ് പുസ്തകത്തിൻ്റെ പ്രിന്റിംഗ് റൈറ്റ് സ്വന്തമാക്കി. ശേഷം ചെറിയ തിരുത്തലുകളോട് കൂടെ 2014 ദ മാർഷ്യൻ എന്ന പേരിൽ നോവൽ പുറത്തിറങ്ങി. ഈ നോവൽ ഒരേ സമയം സയൻസ് ഫിക്ഷൻ എലമെന്റ്സും കൂടാതെ സർവൈവൽ ത്രില്ലറും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ 6 ആസ്ട്രോനോട്ട്സ് മാർസിലേക്ക് പോയതായിരുന്നു. അപ്പം അവിടെ പെട്ടെന്നൊരു അപകടം നടന്നു. അതിൽ ഒരാൾ മാത്രം അവിടെ അകപ്പെട്ടു. ശേഷം അയാൾ എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത്, പിന്നെ അയാൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തും എന്നൊക്കെ പറയുന്ന ഒരു നോവലാണ്. പിന്നെ ഈ ബുക്കിൻ്റെ ടൈറ്റിൽ കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, എങ്ങനെയാണ് മാർഷ്യൻ എന്നുള്ളൊരു പേര് വന്നത്. അതായത് എർത്തിലുള്ള ആളുകളെ നമ്മൾ എർത്തിയൻസ് എന്നൊക്കെ വിളിക്കുന്ന പോലെ, അതുപോലെ മാർസിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടുള്ള സ്റ്റോറി ആയതുകൊണ്ട് തന്നെയാണ് ഈ ടൈറ്റിൽ വരാനുള്ള കാരണം. ഇനി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ കഥയൊന്ന് നോക്കാം. നാസയുടെ ഒരു മിഷന്റെ ഭാഗമായിട്ട് 6 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പ് ചൊവ്വയിലേക്ക് പോവുകയാണ്. 30 ദിവസം അവിടെ ചെലവഴിച്ച് സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചു വരാനാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ അവരവിടെ എത്തി 6ാമത്തെ ദിവസം ഒരു വലിയ കൊടുങ്കാറ്റുണ്ടാവുന്നു. കൊടുങ്കാറ്റ് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് തിരിച്ചു പോകേണ്ട ബഹിരാകാശ പേടകത്തിന് ചില കേടുപാടുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ സംഭവിച്ചാൽ അവർക്ക് ചിലപ്പോൾ തിരിച്ചു പോകാൻ തന്നെ പറ്റിയില്ല എന്ന് വരാം. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതിൽ ഒരാൾ മാത്രം കൊടുങ്കാറ്റിൽപ്പെട്ട് ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ഈ തെറിച്ചു വീണ ആളുടെ പേരാണ് മാർക്ക് വാട്ട്നി. അദ്ദേഹം മരിച്ചു എന്ന് വിചാരിച്ച് മറ്റു മെമ്പേഴ്സ് തിരിച്ച് ഭൂമിയിലേക്ക് പോവാണ്. പക്ഷേ മാർക്ക് വാട്ട്നി ജീവനോടെ ഉണ്ടായിരുന്നു. കൊടുങ്കാറ്റിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നശിച്ചു പോയതിനാൽ മാർക്ക് വാട്ട്നി ജീവനോടെയുള്ള വിവരം അദ്ദേഹത്തിന് മറ്റ് ഗ്രൂപ്പ് മെമ്പേഴ്സിനെയോ ഭൂമിയിലുള്ള ആരെയും അറിയിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ചൊവ്വ എന്ന ഗ്രഹത്തിൽ ഒറ്റപ്പെട്ടുപോയ മാർക്ക് വാട്ട്നി എങ്ങനെ അവിടെ അതിജീവിക്കുന്നു എന്നും തിരിച്ച് എങ്ങനെ ഭൂമിയിൽ എത്തുന്നു എന്നും പറയുന്ന ഒരു പുസ്തകമാണിത്. ഇതിൽ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം മാർക്ക് വാട്ട്നി ചൊവ്വയിൽ കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അദ്ദേഹം ഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം ഒരുപാട് കാലത്തേക്ക് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് ചൊവ്വയിലെ മണ്ണിൽ തന്നെ കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു. യാതൊരുവിധ വളക്കൂറുമില്ലാത്ത ചൊവ്വയിലെ മണ്ണിൽ കൃഷി ചെയ്യാൻ അദ്ദേഹം വളമായി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ഹ്യൂമൻ വേസ്റ്റ് ആണ്. കൃഷി ചെയ്യാൻ പിന്നീട് അത്യാവശ്യമായിട്ടുള്ള സാധനം വെള്ളമായിരുന്നു. വെള്ളത്തിന് വേണ്ടി ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാക്കി അവ കത്തിച്ച് അദ്ദേഹം വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി പരീക്ഷണങ്ങൾ മാർക്ക് വാട്ട്നി നടത്തുന്നുണ്ട്. അതിനിടയിൽ നിരവധി പ്രതിസന്ധികളും അദ്ദേഹത്തിന് നേരിടേണ്ടതായി വരുന്നുണ്ട്. സയൻറ്റിഫിക് ആക്യുറസി വളരെയധികം ഹൈലൈറ്റ് ചെയ്ത ഒരു പുസ്തകമാണ് ദ മാർഷ്യൻ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കൃതിയിൽ ചൊവ്വയിലെ അന്തരീക്ഷത്തെ ശാസ്ത്രീയമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുത്തുകാരൻ വളരെ മനോഹരമായും കൃത്യമായും വർണ്ണിച്ചിട്ടുണ്ട്. മാർക്ക് വാട്ട്നിയാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അദ്ദേഹം ഒരു ബോട്ടണിസ്റ്റ് ആയതിനാൽ ആ മേഖലയിലെ അറിവുകൾ എല്ലാം തന്നെ അദ്ദേഹം ചൊവ്വയിൽ അതിജീവിക്കാനായി ഉപയോഗിക്കുന്നത് കാണാം. അതിനൊരു ഉദാഹരണമാണ് അദ്ദേഹം അവിടെ കൃഷി ചെയ്യാൻ ശ്രമിക്കുന്നത്. തീവ്രമായ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന കഥാപാത്രം മനക്കരുത്ത് കൊണ്ടും പ്രതീക്ഷ കൊണ്ടും മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാം. ഇതിലൂടെ വായനക്കാരിൽ ശുഭാപ്തി വിശ്വാസം വളരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഒറ്റപ്പെടലും ഏകാന്തതയും അതിജീവിക്കാൻ പലർക്കും കഴിഞ്ഞെന്ന് വരില്ല. ചെറിയ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോഴും തളർന്നു പോകുന്നവരാണ് നമ്മളിൽ പലരും. ഇത്തരം സാഹചര്യങ്ങളെ, പ്രതിസന്ധികളെ എങ്ങനെ ധൈര്യപൂർവ്വം മറികടക്കാമെന്ന് ഈ കൃതി നമ്മെ പഠിപ്പിക്കുന്നു. ഇത്ര തീവ്രമായ ഒരു വിഷയം പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് തമാശയിലൂടെയും വളരെ സർക്കാസ്റ്റിക് ആയിട്ടുമാണ്. അതുതന്നെയാണ് നോവലിനെ കൂടുതൽ ആസ്വാദകരമാക്കുന്നത്. സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണിത്. ആൻഡി വെയറിൻ്റെ ദ മാർഷ്യൻ എല്ലാവരും വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.